അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മെയിൻസ് പരീക്ഷ കഴിഞ്ഞു, അപ്പോൾ ഇനി അടുത്ത് ഫിസിക്കലിൻ്റെ ഡേറ്റ് ആയോ, അല്ലെങ്കിൽ ഫിസിക്കൽ എപ്പോഴാണ് വിളിക്കുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി എന്ന രീതിയിൽ തന്നെ ഇന്നലെ നമുക്ക് തൊഴിൽ രീതിയിലൊരു വാർത്ത കാണാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു വാർത്ത കാണാനായിട്ട് കഴിഞ്ഞു. അതിനെക്കുറിച്ച് പറയാനല്ല വന്നത്, പക്ഷേ പറയേണ്ടത് വേറെ ഒന്നാണ്. കേരളത്തിലെ പല ജില്ലകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളും സ്റ്റേഡിയങ്ങളും നിലവിലിപ്പോൾ PSC ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് ഈ ഒരു ബുക്കിംഗ് നടക്കുന്നത്. എന്ന് പറയുമ്പോൾ ആ ഒരു ഡേറ്റിനകത്ത് ഒരു ഫിസിക്കൽ പരീക്ഷ നടക്കും. അത് മോസ്റ്റ് പ്രോബബ്ലി നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫയർമാൻ്റെ പരീക്ഷയാണ്. ഫയർമാൻ്റെ ഫിസിക്കലായിരിക്കും ആദ്യമായിട്ട് നടത്താനായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഈ ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 12 വരെ ഫയർമാൻ്റെ സർട്ടിഫിക്കറ്റിലൊക്കെ അപ്ലോഡ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലിലേക്കുള്ള കാര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ സ്ട്രോങ് ആക്കുക. കാര്യം ആദ്യം നടക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫയർമാൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫയർ മൂവ്മെൻ്റെ ഈ ഒരു ഫിസിക്കൽ പരീക്ഷയായിരിക്കും ആദ്യം നടക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് പിന്നെ വരാനായിട്ട് പോകുന്നത് നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിമൻ്റെ സിവിൽ പോലീസ് ഓഫീസർ കാറ്റഗറിയാണ് അടുത്ത് വരാനായിട്ട് പോകുന്നത്. അതിനുശേഷമായിരിക്കും നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ വരിക. ഓക്കെ, അപ്പോൾ ഇതിലേക്കൊക്കെ പ്രതീക്ഷ ഉള്ളവർ എന്ന് വെച്ചാൽ മെയിൻസ് പരീക്ഷയ്ക്ക് സാമാന്യ മാർക്കൊക്കെ ഉള്ളവർ നിങ്ങളുടെ ഫിസിക്കലിൻ്റെ കാര്യം കുറച്ചും കൂടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങുക. ഇത് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 14 ദിവസം അല്ലെങ്കിൽ ഏറിക്കൂടിയാൽ ഒരു മാസം, ആ ഒരു സമയം മാത്രമേ നമ്മുടെ കേരള PSC നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്ക് കട്ട് ഓഫ് അല്ലെങ്കിൽ ആ സാമാന്യ മാർക്കൊക്കെ ഉള്ളവർ നിങ്ങളുടെ ഫിസിക്കലിൻ്റെ കാര്യങ്ങളും കൂടിയൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരിക. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇന്നലെ വന്ന ആ തൊഴിൽ വീതിയിലെ ആ ഒരു ന്യൂസിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിൽ പറയുന്നത് CPO ഷോർട്ട് ലിസ്റ്റ് ഉടൻ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മാർച്ച് 20 നടത്തിയ മെയിൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കായികക്ഷമതാ പരീക്ഷ നടത്തി അതിൽ വിജയിക്കുന്നവരെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുത്തുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിനെക്കുറിച്ചൊരു കൺഫർമേഷൻ നമുക്കിപ്പോൾ തൊഴിൽ വീതിക്കകത്ത് നിന്ന് നമുക്കിപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ രീതി വേണമെന്നൊരു ആവശ്യം ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു റീസൺ പറയാനുള്ള അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഉദ്യോഗാർത്ഥികൾ പറയുന്നത് സത്യത്തിൽ ജെന്യൂനായിട്ടൊരു കാര്യമാണ്. കാര്യം ഇപ്പം നടത്തിയിട്ടുള്ള നമ്മുടെ LDC, LGS അതുപോലുള്ള ബാക്കി അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിസ്റ്റുകൾ ഇനി വരാൻ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ലിസ്റ്റിനകത്തുള്ള ആൾക്കാർ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ കാണും, ഫയർമാൻ്റെ കാണും, അതുപോലെ തന്നെ LDC, LGSലൊക്കെ കാണും. അപ്പോൾ ഈ LDC, LGS അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ആ ഒരു റാങ്ക് ലിസ്റ്റിലോട്ടേ അവർ പോകത്തുള്ളൂ. മാത്രമല്ല അവർ കയറിയിട്ടുള്ള ബാക്കിയുള്ള ലിസ്റ്റുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള വേക്കൻസികൾ NJD ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് ആർക്കും ഉപകാരപ്പെടാതെ പോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, കൺഫർമേഷൻ ഈ ഫിസിക്കലിലും കൊണ്ടുവരണമെന്ന് പറയുന്നത്. കാര്യം എന്താണ്, കൺഫർമേഷൻ കൊടുക്കുന്നവർ ഫിസിക്കലിൽ പോട്ടെ അല്ലേ, ആവശ്യമില്ലാത്തൊരു കൺഫർമേഷൻ കൊടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി നിലവിലിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു തീരുമാനം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാര്യം കൂടി PSC അധികൃതർ അറിയുകയാണെങ്കിൽ അവർ ആ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് NJD ഒഴിവുകളുടെ ആവശ്യമില്ലല്ലോ. കാര്യം എന്താണ്, ആവശ്യമുള്ളവർ ജോലിയിലേക്ക് അപ്രോച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫിസിക്കലിന് പോയാൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫിസിക്കൽ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ഏകദേശം കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ Instagram അക്കൗണ്ടിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.